നമ്മുടെ കൽബിന്ന് മഹബത്ത് ഊരിപ്പോയാൽ തീർന്നുപോയി ജീവിതം. അപ്പോൾ ഈ റബീഉൽ അവ്വല് നമ്മളിൽ നിന്ന് വിട പറയുന്ന സമയത്ത് എനിക്ക് നേരത്തെ ഉണ്ടായ മഹബത്ത് ഉറപ്പിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരളവ് തൂക്കം വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല ഉള്ളതും നഷ്ടപ്പെടുകയാണോ ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം മഹബത്ത് വെക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹുവിന്റെ ഇഷ്ടം അയാൾക്ക് കിട്ടുക. അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടാനുള്ള മാനദണ്ഡം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അൽ അൻവാറുൽ ഖുദ്സിയ എന്നൊരു ഗ്രന്ഥമുണ്ട് ഇബ്നു അജീബ് റഹിമഹുള്ളാഹ്. അതിൽ കാണാം, അഥവാ ബൂസിരി ഇമാമിന്റെ ഹംസിയുടെ വ്യാഖ്യാനം. അപ്പൊ എന്താണ് മഹബത്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലോടുകൂടി നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും നമുക്ക് ഈ റബീഉൽ അവ്വലിൽ മഹബത്തിന്റെ വല്ല പോയിന്റും കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന്. ഒന്നാമത്തത്, മഹബത്തുള്ള ആൾക്ക് മഹബൂബിനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് തോന്നും. കസറത്തു ഷൗഖി ഇലാ ലിഖാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഇമാമിങ്ങളും അത് പറയുന്നു. അതുകൊണ്ടാണ് മുസ്തദറക്കിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്നിറങ്ങി വഴിയിലെത്തിയപ്പോൾ ഫലഖിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല സിദ്ദീഖേ, ഇപ്പോൾ നീ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഒന്നുമില്ല നബിയെ, വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി തങ്ങളെ കാണണമെന്ന്. കണ്ടോണ്ടിരിക്കാൻ മുഹിബ്ബീങ്ങൾക്ക് തോന്നും. കണ്ടു, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങാണ്. ഇതിനാണ് മഹബത്ത് എന്ന് പറയാം. അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ നബി തങ്ങളെ കാണണ്ടയോ കാണൂലേ, പിന്നെ രാവിലെ പല്ലേക്കുമ്പോ പോയി, അതൊരു സ്പാർക്കല്ലേ ആവുള്ളൂ. കമാലിയത്തിലേക്കല്ലേ നമുക്ക് എത്തേണ്ടത്. തങ്ങളെ കാണാൻ നമ്മൾ ഈ റബീഉൽ അവ്വൽ എത്ര തവണ പൂതി വെച്ചു? നമുക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട്. ചരിത്രത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് കേട്ടോ. എന്താ സൗബാനെ നിനക്ക് പറ്റിയത്? അബിക മർലുൻ, വല്ല രോഗമുണ്ടോ? എന്താ കണ്ണീരൊക്കെ ഒലിച്ചിട്ട് കണ്ണൊക്കെ ഒരു വിധായല്ലോ, ഒട്ടിപ്പോയിട്ടുണ്ടല്ലോ, തിന്നാറില്ലേ, ഉറങ്ങാറില്ലേ, എന്താ ഇത് പറ്റിപ്പോയത്? രോഗം എന്തേലും ഉണ്ടോ? ഉണ്ട്. എന്ത്? പ്രേമരോഗം. ആരോട്? തങ്ങളോട്. എന്തു പറ്റി? ഒന്ന് വിശദീകരിക്കൂ. തങ്ങളെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും, തങ്ങൾ വഫാത്താവും, തങ്ങളൊക്കെ സ്വർഗത്തിൽ വലിയ സ്ഥാനത്തായിരിക്കൂലേ, 1-ാം സ്ഥാനല്ലേ. എനിക്കൊക്കെ ഇനി സ്വർഗം കിട്ടിയാൽ തന്നെ തങ്ങളെ കാണാൻ പറ്റുമോ? നമ്മളൊക്കെ ഏതെങ്കിലും ലോക്കൽ ക്ലാസ്സിലല്ലേ ഉണ്ടാവുക. അപ്പൊ അന്ന് തങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട് കുറെ കരഞ്ഞു, കുറെ ഉറക്കോഹി, അങ്ങനെ രോഗം പിടിച്ച പോലെ മെലിനൊട്ടിയതാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയേ ഈ സ്വഹാബിയുടെ ചിന്ത. നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളിതാ റബീഉൽ അവ്വൽ തീരാൻ കാത്തുക്കാണ് മങ്കൂസ് മൗലിദിന്റെ ഏട് പൂട്ടി വെക്കാൻ. ഇനി പിന്നെ ആരെങ്കിലും ഒക്കെ ഗൾഫിൽ പോണം, 2 ഹദീസും അല്ലേ, പിന്നെ അടുത്ത റബീഉൽ അവ്വൽ ആവണം. തീർന്നില്ലേ നമ്മുടെ? അപ്പൊ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് നമുക്ക് പൂതി ഉണ്ടാവണം. സ്വഹാബി വനിതകളുടെ സ്റ്റൈൽ തന്നെ എങ്ങനെയാണെന്നറിയോ? മക്കള് വീട്ടിൽ കയറുമ്പോ ചോദിക്കും, ഇന്ന് തങ്ങളെ കണ്ടിരുന്നോ? കണ്ടില്ലേ? വീട്ടിൽ കയറണ്ട, പോയിക്കോളിന്ന്, കണ്ടിട്ട് വന്നാ മതി. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് അവരുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, മുസ്നദ് അഹ്മദിലൊക്കെ കാണാം, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് എത്ര ദിവസമായി? എത്ര? ആഹാ, ഇത്രയും ദിവസം തങ്ങളെ കണ്ടിട്ടില്ല. നല്ലോണം ചൂടായി. വേപ്പോട്, തങ്ങളെ കണ്ടിട്ട് വന്നാൽ മതി വീട്ടിൽ. 2 കാര്യം, ഒന്ന് തങ്ങളെ കാണണം, മറ്റൊന്ന് ഉമ്മാക്ക് ദ്വാരക്കാനും പറയണം. പോട്.
മഗ്രിബിന്റെ നേരത്ത് പള്ളിയിലെത്തി. മഗ്രിബ് ജമാഅത്തോടെ നിസ്കരിച്ചു. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ഔറാദ് പൂർത്തിയാക്കി ഇശാവും നിസ്കരിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നേരത്തെ ഉണ്ടല്ലോ അവിടുന്ന് ഒരാളനക്കം, അവിടെ ആരാ? ഞാൻ ഹുദൈഫയാണ് നബി. എന്താ ഹുദൈഫ? അതെ, തങ്ങളെ കാണാത്തോണ്ട് ഉമ്മ നന്നായിട്ട് ചൂടായിട്ടുള്ളത്. ഓ ശരി, കണ്ടില്ലിപ്പോ ഉമ്മ ദ്വാരക്കാനും കൂടി പറഞ്ഞിരുന്നു. ദ്വാരപ്പിച്ചു, ഒരു പോയി. നമുക്ക് ഈ റബീഉൽ അവ്വൽ അങ്ങനെ ഒരു പൂതി ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന്. ശരിക്കും എല്ലാ മോമിനീങ്ങളുടെയും സ്വപ്നത്തിൽ ഏറ്റവും ചുരുങ്ങിയത് തങ്ങൾക്ക് വരാൻ പൂതിയുണ്ട്. നമ്മൾ തന്നെ ഗേറ്റ് അടിച്ച് പൂട്ടിയാൽ പിന്നെ എങ്ങനെ വരിക? എൻ്റെ ഇഷ്ടക്കാരെ എനിക്ക് കാണാൻ പൂതിയുണ്ടെന്ന് തങ്ങൾ തന്നെ പറയണ്ടല്ലോ. ആ ഒന്നാമത്തെ ആഗ്രഹത്തിൽ തന്നെ, അടയാളത്തിൽ തന്നെ നമ്മൾ വീണുടയാണ്. നമ്മുടെ മഹബത്ത് വർദ്ധിപ്പിക്കാൻ ഈ റബീഉൽ അവ്വലിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു ആലോചന. പിന്നെ മഹബത്തിന് മഹാന്മാര് പറയുന്ന ഒരു മാനദണ്ഡം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാ. എത്ര ലേഖനം വായിച്ചിട്ടുണ്ടാവും ഈ റബീഉൽ അവ്വലില്? എൻ്റെ തങ്ങളെ എനിക്ക് അറിയണം എന്ന് കരുതിയിട്ട് എത്ര ലേഖനം വായിച്ചു കാണും? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചാലല്ലേ അവിടുത്തെ മഹബത്ത് വെക്കാൻ നമുക്ക് കഴിയാം. അവിടുത്തെ കുറിച്ച് എത്ര കിതാബ് നമ്മൾ നോക്കി, എത്ര പ്രഭാഷണം നമ്മൾ കേട്ടു. തങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന ഒറ്റ നിയത്തോടുകൂടി എത്ര ലേഖനം നമ്മൾ വായിച്ചു. വർഷാവർഷം ചൊല്ലിത്തീർക്കാറുള്ള മൗലിദ് വർദ്ധിപ്പിച്ചാൽ മാത്രം പോരെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കമാലുൽ മഹബത്ത് എന്നിട്ടൊരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് എത്തണമെങ്കിൽ ഷമായിലിന്റെ സർവ്വ ശുറൂഹിലും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, മഹാന്മാരാണ് സാധാരണക്കാരായ നമ്മേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഓർത്ത് കരയുക. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ അള്ളാഹിനെ ഓർത്ത് കരഞ്ഞിട്ട് കവിൾത്തടത്തിൽ കറുത്ത ചാലുകൾ വന്നു എന്നാ. ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ആണോ കരയേണ്ടത്, നമ്മളാണോ കരയേണ്ടത്? നമ്മളാ കൂടുതൽ കരയേണ്ടത്. ഒരു തെറ്റ് ചെയ്തില്ല, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഒരു കരയാൻ കാരണം? ഒരു കൂടുതൽ അള്ളാഹുവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹുവിനെ അറിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞ മഹാന്മാർ, ഇപ്പൊ ഉദാഹരണത്തിന് മാലിക് ഇമാമൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുമ്പോഴേക്ക് ബോധം കെട്ട് വീഴും. ബോധം തെളിഞ്ഞാലും അവരോട് എന്താ ബോധം പോയതെന്ന് വെച്ചാൽ തങ്ങളെ പറ്റി പറഞ്ഞപ്പോ തങ്ങൾ എന്റെ കൽബിന്റെ ഉള്ളിലേക്ക് കയറി അവന്റെ ബോധം കെട്ട് പോയി. നമുക്കതെന്താ അറിയാനാ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കൊല്ലം തങ്ങളെ പേര് പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ട്. ഒരു ദിവസം അറിയാണ്ട് തങ്ങള് ഹദ്ദസനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞുപോയി. അപ്പോഴേക്ക് നെറ്റിത്തടം മൊത്തം കളറൊക്കെ മാറി വിയർത്തൊലിച്ചിട്ടുണ്ട്. നമുക്കെന്തൊക്കെ പരിഭവം ഉണ്ടോ? കാരണം നമുക്ക് തങ്ങളെ അറിയില്ല. ശരിക്കും നമുക്ക് എന്താ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാത്ത? അതിന് വേറെ കുറെ ശുറൂഹൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. സമസ്തയുടെ പ്രസിഡന്റ് ഈ സുലൈമാൻ ഉസ്താദ് നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ പത്രം വായിക്കുന്ന നമ്മൾ ചാടി എണീറ്റ് പത്രമൊക്കെ മാറ്റിവെച്ച് ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി നിൽക്കും. അതേസമയത്ത് നമ്മളെ ഒരു പെങ്ങളെ കുട്ടി, ചെറിയ കുട്ടി ഫുട്ബോൾ കളിക്കുമ്പോ ആ കുട്ടി വേണമെങ്കിൽ സുലൈമാൻ ഉസ്താദിനോട് തന്നെ പറയും, ബോള് തട്ടുണ്ടെങ്കിൽ ഉസ്താദ് മാറിക്കോളിന്ന്. അതെന്തേ? ഓനിക്ക് ഉസ്താദിനെ അറിയില്ല, അതുകൊണ്ട് അവൻ ബഹുമാനിക്കണില്ല. നമുക്ക് ഉസ്താദിനെ അറിയാം, അതുകൊണ്ട് അമ്മ ബഹുമാനിക്കുന്നു. ഇമാമ് നിസ്കരിക്കുമ്പോ ആരോ മുമ്പിലാ നിൽക്കുന്നതെന്ന് അറിയാം, അള്ളാനാ. നമുക്കെന്തറിയാം? ആ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റബീഉൽ അവ്വലിനെ എത്ര മനാഖിബിന്റെ ഗ്രന്ഥങ്ങളാ വായിച്ചിട്ടുള്ളത്, എത്ര ലേഖനങ്ങളാ നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു സാമ്പ്രദായിക രീതി മാത്രം മതിയോ? ഒരു വർധന ഉണ്ടാവണ്ടേ? മഖ്ബൂനല്ലേ? ഒരുത്തന്റെ ഇന്നലെയും ഇന്നും തുല്യമാവാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം പറയണത്? കഴിഞ്ഞ റബീഉൽ അവ്വലിനേക്കാൾ എന്ത് വിവരമാണ് ഈ റബീഉൽ അവ്വലിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്? ഇതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം.
ഖാലിദ് ബിൻ മഅദാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് റളിയല്ലാഹു അൻഹു, വലിയ ഹദീസ് പണ്ഡിതനാ. 40,000 തസ്ബീഹല്ലുണ്ട് ഡെയിലി. 40,000. നമുക്കൊക്കെ ഇബാദത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുറക്കാനുള്ള ഓപ്ഷനാണ് നോക്കുക. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഒരു തങ്ങളെടുത്ത് പോയാല് 1000 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലിക്കോളി എന്ന് പറഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ചോദിച്ചു, ഞാൻ എന്നെ അല്ലോണമെന്നുണ്ടല്ലോ, വൈഫിനെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയോ? തീർന്ന് എല്ലാ വോൾട്ടേജും പോയി, ബാറ്ററി ലോവാ. മഹ്ലറത്തുൽ ബദരിയെ കാണുമ്പോൾ തന്നെ 50 എന്നുള്ള ഓപ്ഷനും ഉണ്ടല്ലോ അല്ലേ, പിന്നെ അത് ഉപയോഗപ്പെടുത്തുന്നല്ലാതെ. ഒരാളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ് അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. മഹ്ലറത്തുൽ ബദരിയെ ചൊല്ലുമ്പോൾ തന്നെ പേജ് മറച്ചു നോക്കുന്നുണ്ടാവും, തീരാനായോ. മങ്കൂസ് മൗലിദിന് ഇരിക്കുമ്പോ തന്നെ ഫുള്ള് ചെല്ലുന്നുണ്ടോ? ഇല്ലല്ലോ, 2 ഉള്ളൂ, തുടങ്ങിക്കോളി. മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ട മൗലിദ. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഇതെത്ര കാലം ഈ പൊട്ടൻ ജീവിതം തുടരുന്നത്? എത്ര കാലം ഈ ജീവിതം ഇങ്ങനെ കൊണ്ടുപോണത്? ഈ മഹാനുണ്ടല്ലോ, 40,000 തസ്ബീഹ് എന്ന മഹാൻ അൽ ഹാവിലിൽ ഫതാവയിൽ കാണാം. ഒരു വഫാത്തായിട്ട് ജനാസ കട്ടിൽ കടത്തിയപ്പോ ഓരോ വിരലിങ്ങനെ അനങ്ങുന്നുണ്ട്. പണ്ടത്തെ ശീലത്തിൽ ഓരോ റൂഹ് പോയിന്, എന്നിട്ടും പഴയ ശീലത്തിൽ വിരലിങ്ങനെ അനങ്ങുക. ആലോചിച്ച് നോക്കി. ഒരെല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്ത് കരയും. എത്രേ യഹിന്നു ഖൽബി ഇലൈഹി, എൻ്റെ ഖൽബ് തങ്ങളിലേക്ക് അടുക്കുകയാണ്, തേങ്ങുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും തങ്ങളെ കാണണമെന്ന ഓരോ ദിവസവും രാത്രി ഒരു പറയാറുള്ളത്. ഓരോ മഹബത്തുണ്ടെങ്കിൽ